അദ്ദേഹം മലയോര സമരയാത്രയുമായി സഹകരിക്കണം. അദ്ദേഹം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ ജാഥയിൽ പങ്കെടുത്തതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല, തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാം, അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന്. അത്രയും വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതെന്താ, പറഞ്ഞ പോലെ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ല, ചർച്ച അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിൻ്റെ തീരുമാനം വരും. ഉചിതമായ സമയത്ത് നിങ്ങൾ പറയണ നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും ഉദ്ദേശമല്ല പറഞ്ഞത്. ചിലരെഴുതും രാവിലെ അൻവർ UDFിലേക്ക്, എൻ്റെ ഉച്ചയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും, ഞാൻ അറിഞ്ഞിട്ടില്ലേ. അങ്ങനെ തീരുമാനിക്കില്ല, UDF തീരുമാനിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. ഞാൻ എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു, UDF നേതാക്കന്മാരായിട്ട് ആലോചിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല, ഞങ്ങളുടെ തീരുമാനമാണ്, ഞാൻ അറിയിച്ചു ആ തീരുമാനം, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. മറ്റേ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? ഓപ്പണാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് PV അൻവറിനെ കുറിച്ചാണ്. PV അൻവർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അഭ്യർത്ഥന എന്നൊന്നും പറഞ്ഞുകൂടാ, അപേക്ഷിച്ചിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയുണ്ട്. മലയോരത്ത് വന്യജീവി ആക്രമണം പെരുകുന്നു, സർക്കാർ അതിന് വേണ്ടത്ര പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല, ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മലയോര സമരയാത്ര. ആ സമരയാത്രയുമായി എന്നെ സഹകരിപ്പിക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഞാനാണ് ഈ പ്രശ്നം ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ ഈ വിഷയം ചർച്ചയാക്കി മാറ്റിയത് ഞാനാണ്. അതിൻ്റെ പേരിലാണ് എനിക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എന്നൊക്കെ അദ്ദേഹം VD സതീശനോട് പറയുകയും VD സതീശൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, UDF നേതാക്കളുമായി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. UDF നേതാക്കളുമായി ഉണ്ടായ ചർച്ചയിൽ എന്താണ് തീരുമാനമെടുത്തത് എന്ന് VD സതീശൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. എടക്കര എന്ന് വെച്ചാൽ നിലമ്പൂരിൽ നടക്കുന്ന സ്വീകരണ യോഗം, നിലമ്പൂരിലെ മുൻ MLA ആയിരുന്നു അദ്ദേഹം. ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമരയാത്രയിൽ അങ്ങോളം ഇങ്ങോളം സഹകരിപ്പിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. അതുമാത്രമല്ല, UDF നേതാക്കൾ കൃത്യം സന്ദേശം PV അൻവറിന് നൽകണം എന്നും പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇത് UDF പ്രവേശനമായി കണക്കാക്കേണ്ട, ഇത് UDFിൽ പ്രവേശനത്തിനുള്ള ഒരു വഴിയായി മാറി എന്നും കണക്കാക്കേണ്ടതില്ല എന്ന് വെച്ചാൽ UDF പ്രവേശനം അത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് ഒരു പ്രത്യേക പ്രശ്നമായി എടുത്ത് അതിനകത്തേക്ക് സഹകരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്രയിൽ ഇനി തിരുവനന്തപുരം വരെ PV അൻവർ സഹകരിക്കില്ല. അതാണ് തീരുമാനത്തിന്റെ കാതൽ. ആ മണ്ഡലത്തിൽ മാത്രം, നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം, നിലമ്പൂർ മണ്ഡലത്തിലെ മുൻ MLA എന്ന നിലയിൽ സഹകരിക്കാം, വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്, ഞങ്ങളോട് ഒപ്പം വന്നോളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ വളരെ വളരെ കൊച്ചാക്കി മാറ്റുകയാണ് VD സതീശൻ PV അൻവറോട് ചെയ്യുന്നത്. കൊച്ചാക്കുക മാത്രമല്ല, പുച്ഛിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നാണം കെട്ട് ഗതികെട്ട് VD സതീശന്റെ മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് PV അൻവർ മാറി എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് PV അൻവറിന്. PV അൻവറിന്റെ ഇന്നത്തെ ഗതികേട് കണ്ട് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രമാത്രം അദ്ദേഹം താഴോട്ട് കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ എന്ന ചോദ്യമാണ് ഉയർന്നത്. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. അദ്ദേഹം ആദ്യം പറഞ്ഞതൊക്കെ ഇപ്പോൾ എവിടെയുമില്ല. അതൊന്നും ചർച്ചയായിട്ട് പോലും ആരും ഉന്നയിക്കുന്നില്ല. ഒരു പ്രസംഗത്തിൽ പോലും ഒരു UDF നേതാക്കളും അക്കാര്യം ഉന്നയിക്കുന്നില്ല. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അത് UDF ഏറ്റെടുത്തിട്ടുണ്ട്, ആ സത്യമാണ്. അതിൽ ആദ്യം അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് PV അൻവർ തന്നെയാണ്. പക്ഷെ ഇന്ന് PV അൻവർ എവിടെ നിൽക്കുന്നു? PV അൻവറിന് അത് ഏറ്റെടുത്ത് നടത്താൻ, അത് ഉപയോഗപ്പെടുത്തി UDFിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതികെട്ട് കാല് പിടിക്കുകയാണ് VD സതീശന്റെ. എന്നാൽ VD സതീശൻ ഇപ്പോഴും
കനിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ബോഡി ലാംഗ്വേജ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് ഇത് പറഞ്ഞു തീർക്കുന്നത്. അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന UDF നേതാക്കളുമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിലമ്പൂരിൽ അദ്ദേഹം വന്നോട്ടെ. നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ, അദ്ദേഹം അവിടെ MLA ആയിരുന്നല്ലോ, അതുകൊണ്ട് വന്നോട്ടെ. ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പ്രശ്നത്തിനുമായി ബന്ധപ്പെട്ട് ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഭാഗമാകാം എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ആർക്കും എന്ന വാക്കിൽ ഉള്ളിലാണ് PV അൻവറും എന്നോർക്കണം. അത്രമാത്രം അവഗണിച്ച് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് UDF നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. അപ്പോഴും പോയി കാല് പിടിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു PV അൻവർ എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല.